ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ചെയ്യാത്തൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു കല്യാണ പ്രപ്പോസൽ വീഡിയോ ആണ്. ആളെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ നമുക്ക് ആളുടെ കുറച്ച് കാര്യങ്ങൾ പറയാം. ആളൊരു നല്ലൊരു യൂട്യൂബറാണ്, പിന്നെ നല്ല മനസ്സിന്റെ ഉടമയാണ്, പിന്നെ ഉള്ളതിനേക്കാളും കൂടുതൽ സഹായം ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മറ്റാരുമല്ല, നിജീസ് വേൾഡ് ചാനലിന്റെ സ്വന്തം നിജിലാണ്. അവനെക്കുറിച്ച് കുറച്ചും കൂടി എനിക്കും പറയാനുണ്ട്. ഞാൻ അടുത്ത കാലത്തായിട്ടാണ് പരിചയപ്പെട്ടത്, ഒരു 8 മാസമായിട്ടുള്ളൂ പരിചയപ്പെട്ടിട്ട്. അപ്പോൾ എനിക്കൊരു മൈക്ക് ഉണ്ടായില്ല. ഞാൻ കേബിൾ മൈക്ക് ഇങ്ങനെ വലിച്ച് നടക്കുമ്പോൾ അവിടെ ഇവിടെയും കുടുങ്ങി ക്യാമറയെല്ലാം ഇങ്ങനെ കുലുങ്ങിയിട്ട് കണ്ട് അവനൊരു ദിവസം സർപ്രൈസ് ആയിട്ട് എന്നെ വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഒരു സാധനം ഇങ്ങനെ കയ്യിൽ തരുന്നു. ആ ഒരു മൈക്കാണ് കേട്ടോ ഇത്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ഓണത്തിന് ഇതേമാതിരി ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾ എവിടെയുള്ളത്, രാത്രി 7 മണിക്കാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. അപ്പൊ പെട്ടെന്ന് റോഡിന് പോകാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കൂട്ടിയിട്ട് ചക്രക്കല്ല് പോയി. ചക്രക്കല്ലിന് ഒരു ഷർട്ടും അതുപോലെ തന്നെ നല്ലൊരു മുണ്ടും എടുത്തു. വീണ്ടും തിരിച്ചിട്ട് എൻ്റെ വീട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഇറക്കി. അപ്പൊ എനിക്കിത് സർപ്രൈസ് ആയിട്ട് തരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞ് ശരിയാവില്ല എന്ന് പറഞ്ഞു. അവൻ അവിടെ വെച്ചിട്ട് അവൻ വണ്ടി എടുത്തിട്ട് പോയി. അപ്പൊ ആ ഒരു വ്യക്തിയാണ് നമ്മൾ ഈ പരിചയപ്പെടുന്നത്. നമസ്കാരം നിജിലെ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? ആ, ഇങ്ങനെ പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് ചാനലൊക്കെ? ചാനലിപ്പോ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. 1 വർഷം കൊണ്ട് മോണിറ്റൈസ് ആയി അതായിട്ട് പൈസ കിട്ടുക പറഞ്ഞാല് നമ്മളെ പോലത്തെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിട്ടാണ്. വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. കുറെ വർഷമായിട്ട് ചാനൽ മോണിറ്റൈസേഷൻ പോലും ആവാത്ത എത്രയോ ചാനലുണ്ട്. ആ കണക്കിന് നമുക്ക് എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ കുറച്ചും കൂടി ഗ്ലാമർ ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ? പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ആദ്യം തന്നെ പറയാലോ, ഈ മുടി കണ്ടിട്ട് ആരും ഒന്നും തോന്നണ്ട. ഈ മുടി എന്ന് പറഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യാറുണ്ട് അല്ലെ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗൾഫിലുള്ള സമയത്ത് ഒരു 10 വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്നു ദുബായില്. ആ സമയത്ത് കൊടുക്കണം എന്ന് എന്റെ മനസ്സിൽ നല്ല അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ വന്ന് ഇന്റർവ്യൂ വന്നപ്പോ ജോബിന് വേണ്ടി അവിടെ നിന്ന്. അപ്പൊ അവര് പറഞ്ഞ്, എന്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, അവര് പറഞ്ഞ് മുടി മുറിച്ചിട്ട് പോകാൻ പാടില്ല, മുടി മുറിക്കണം. അങ്ങനെ പെട്ടെന്ന് എനിക്കത് മുറിക്കേണ്ടി വന്നു. അന്നേരം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വെക്കുന്നത്. ഡൊണേറ്റ് ചെയ്ത പാട് മുറിക്കും. സെന്റിമീറ്റർ ആയാൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ അല്ലെ? ഇന്റർവ്യൂവിലും പോകുമ്പോൾ പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ലുക്ക് ക്ലീൻ ചെയ്ത് നല്ല അധികം മുടി ഇല്ലാണ്ടെല്ലാം പോകണല്ലോ അല്ലെ? അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു കല്യാണ പ്രപ്പോസലാണ്. കാരണം എന്തെന്ന് വെച്ചാല്, ഞാൻ നിന്നെ പരിചയപ്പെട്ടിട്ട് അധിക നാളായില്ല എന്ന് ഞാനിപ്പോ പറഞ്ഞു. അപ്പൊ നിന്റെ കാര്യങ്ങൾ കുറച്ച് എനിക്കറിയാം. മാത്രമല്ല എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ആദ്യത്തെ കല്യാണം, രണ്ടാമത്തെ കല്യാണമാണ് നമ്മൾ പ്രപ്പോസൽ വെക്കുന്നത് അല്ലേ? ആദ്യത്തെ കല്യാണം എന്തായിരുന്നു? ആദ്യത്തെ കല്യാണം എന്ന് പറഞ്ഞാല് എന്റെ ജാതകം എന്ന് പറഞ്ഞാല് ചെറിയൊരു ശുദ്ധജാതകത്തിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ജാതകം ചേരൂല. ഒരുപാട് പെണ്ണ് കണ്ടിട്ടാണ് ആദ്യത്തെ കല്യാണം ശരിയായത്. അതിൽ വിശ്വാസമുണ്ടോ? ജാതകത്തിൽ വലിയ വിശ്വാസം എനിക്കില്ല. കാരണം പറയാന്ന് വെച്ചാല് ഒരുപാട് അപ്പോ ഈ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ജാതകത്തിന്റെ കുറിപ്പും കൊണ്ട് ജ്യോത്സ്യന്റെ അടുത്ത് പോകും. അപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോ അതിലൊരു ജ്യോത്സ്യനോട് പറഞ്ഞു, നിങ്ങള് നോക്കാണ്ട് കഴിച്ചോ. ഞാൻ പറയുന്നത് ആരോടും പറയണ്ട. അവരൊരു പുസ്തകമുണ്ട്, എന്താ പറയാ, ആ പുസ്തകം എടുത്തിട്ട് അവർക്ക് ഇങ്ങനെ മറിച്ചിട്ട് ഒരു പേജിൽ ഇത് വായിച്ചു വെക്കുന്നത്. അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് മനപ്പൊരുത്തത്തിനെക്കാട്ടിയും വലിയ പൊരുത്തം വരില്ല. അവര് പറഞ്ഞു വെച്ചാല് ഇത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവം, അല്ലാണ്ട് ഇതിൽ പരം വേറെ ഒന്നുമില്ല. ഈ പൊരുത്തത്തിനൊന്നും മനപ്പൊരുത്തം തന്നെയാ വലിയത്. നമ്മളെ ഹിന്ദുസിന് മാത്രമേ ശരിക്കും നോക്കുന്നുള്ളൂ. മുസ്ലിംസും ക്രിസ്ത്യൻസും നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരൊന്നും നോക്കാണ്ടാ കഴിക്കുന്നു. അവരേൽ ഡൈവേഴ്സും കുറവാണ്, നമ്മളെ ഡൈവേഴ്സും കൂടുതലാണ്. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പൊ എന്നിട്ട് അങ്ങനെ കുറെ നോക്കി നടന്നിട്ടാണ് ഒന്ന് ശരിയായത്. അതും ജാതകം ഇതാകുന്നൊന്നുമില്ല. ഞാൻ പിന്നെ എനിക്ക് പോകാൻ കഴിയാന്ന് വെച്ചിട്ട് അങ്ങനെ നോക്കി കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കാണ്ട് കഴിച്ചു അല്ലെ? പിന്നെ ഇനിയിപ്പം നമ്മൾ ഈ രണ്ടാം വിവാഹത്തിലേക്ക് ഇപ്പം ഡിവേഴ്സ് ആയിട്ട് എത്ര നാളായി? ഡിവേഴ്സ് ആയിട്ട് 2-3 വർഷമായി. 2-3 വർഷമായി. ഇപ്പൊ കുറച്ച് ആലോചന പ്രപ്പോസലെല്ലാം പോയിട്ടുണ്ടായിരുന്നു അല്ലെ? പോയിട്ടൊന്നും ശരിയായില്ല. അതായത് ഇപ്പൊ നിജിലിന്റെ ആഗ്രഹം പോലെയുള്ള ഒരു കുട്ടി കണ്ടിട്ടില്ല. ആഗ്രഹം നമുക്ക് കുട്ടികളെ ഇഷ്ടപ്പെടായിട്ടില്ല. ഞാനൊരു വകയെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല. പെണ്ണിന്റെ പിന്നെ വീടോ സ്വത്തോ സ്വർണ്ണോ അല്ലെങ്കിൽ കാറ് വേണമെന്നോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്ക് പെൺകുട്ടീനെ മാത്രമേ നമ്മൾ നോക്കുന്നു. പിന്നെ അധികം പെൺകുട്ടിക്ക് നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരു പ്രശ്നമാണ്. ചിലപ്പോ ഗ്ലാമർ കുറവുള്ളതായിരിക്കും. നല്ല ഗ്ലാമർ ഉണ്ടായിട്ട് പിന്നെ അല്ല, ഓരോ നിങ്ങൾക്ക് ഐശ്വര്യ റോയിനെ ഇഷ്ടപ്പെടുന്ന വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അത് ഓരോരാളെ കാഴ്ചപ്പാടില്ലേ. നമ്മൾ കാണുമ്പോൾ ചിലപ്പോ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അവര് ഇതാണ്. പിന്നെ വെച്ചാല് അധികം ഈ സെക്കൻഡ് മാരേജിന് ഇന്നത്തെ കാലത്ത് ഡിമാൻഡ് കൂടി വരും. അതായത്
സെക്കൻഡ് മാരേജ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഡിമാൻഡാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മള് കുറെ ഭാഗം പോകുന്നത്. അല്ലാണ്ട് ഞാൻ ഇഷ്ടപ്പെടായിട്ടോ ഇതായിട്ടോ അല്ല. അപ്പൊ ഇപ്പം എങ്ങനെയുള്ളതാണ് വേണ്ടത്? ഈ പറഞ്ഞ പോലെ കാണാൻ കുഴപ്പമില്ലാതെ ഒരു കുട്ടി, നമുക്ക് ഞാൻ കറുത്തിട്ടാലും നമുക്ക് പ്രശ്നമില്ല, നമ്മളും കറുത്തിട്ടാണ്. പിന്നെ കാരണം ഒന്നാമത്തെ അനുഭവം നമുക്ക് അങ്ങനെയാണ്. കളറിലൊന്നും വലിയ കാര്യമില്ല, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലത്തെ കളറാണ് ഏറ്റവും പ്രധാനം. നമ്മൾ കറുത്താന്ന് വെച്ചിട്ട് നമ്മളെ പുറത്തെ തൊലി മാത്രമേ കറുത്തുള്ളൂ, ഉള്ളിലത്തെ ചോര എല്ലാവരും ചോപ്പന്നെയല്ല. പിന്നെ അതിലൊന്നും കാര്യമില്ല. ഒരു അത്യാവശ്യം ഒരു ഇതുള്ള കുട്ടി, വേറെ ഒന്നും വേണ്ട എനിക്ക്, അതേ നമ്മൾ നോക്കുന്നുള്ളൂ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അമ്മയുണ്ട്, പെങ്ങളുണ്ട്. പെങ്ങള് കല്യാണം കഴിച്ച് വീടെല്ലാം എടുത്ത് നിൽക്കുന്നതാണ് വേറെ. പെങ്ങളെ ഭർത്താവും 2 കുട്ടികളുണ്ട്. ഇപ്പം അമ്മയും മോനും മാത്രമാണ് ഉള്ളത്. അമ്മേനെ എല്ലാവർക്കും കാണാൻ പറ്റും. എന്തെന്ന് പറഞ്ഞാൽ ഇവന്റെ ചാനലിൽ ഇവന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകുന്നതാണ് അമ്മ. അപ്പൊ ഇപ്പൊ 2ാം വിവാഹത്തിലേക്ക് കടക്കുമ്പോ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാതൊരു പെൺകുട്ടി, അതുപോലെ വേറെ ഡിമാൻഡ് ഒന്നും ഇല്ലല്ലോ. അതായത് ജാതകം നോക്കണം, എന്താ കുട്ടികളില്ലാത്ത, സെക്കൻഡ് മാരേജ് ആകുമ്പോ കുട്ടികളില്ലാത്തൊരു കുട്ടി. അതായത് ആദ്യത്തെ മാരേജ് കഴിഞ്ഞതാണെങ്കിൽ കുട്ടികളില്ലാത്ത ഒരു കുട്ടിയായിരിക്കും ഉള്ള ഡിമാൻഡ്. ആ ഒരു ഡിമാൻഡ് മാത്രം. അത് പറയുമ്പോൾ ചിലപ്പോൾ അഹങ്കാരം എന്ന് പറയും. പക്ഷെങ്കിൽ സംഭവം എന്തെന്ന് വെച്ചാൽ ഇവന് നന്നായിട്ട് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, 2ാം കല്യാണം കഴിച്ച ആൾക്കാരുണ്ട്. അപ്പൊ ആ കുട്ടികളെ നന്നായിട്ട് നോക്കുന്ന പറഞ്ഞിട്ട് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. പക്ഷെ കുട്ടികളെ ചിലപ്പോൾ വഴക്ക് പറയേണ്ട ഒരു അവസരം വരുമ്പോ ആയിരിക്കും വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം വേറൊരു പെൺകുട്ടി നമ്മള് കല്യാണം കഴിച്ചെന്ന് വിചാരിക്കും. നമ്മളെ ജീവിതത്തിലേക്ക് വരുമ്പോ ആ കുട്ടിയും നമ്മളെ കുട്ടീനെ പോലെ നമ്മൾ കണക്ക് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ വഴക്ക് പറയാ, ചിലപ്പോൾ അടിക്കേണ്ടില്ല. നമ്മളെ കുട്ടിയാണ് നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണല്ലോ. അപൂർവം ഘട്ടങ്ങളില്ല. അല്ലാണ്ട് എപ്പോ കുട്ടികളെ അടിക്കുമെന്നും അല്ലെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ അടിക്കുമെന്നും പറഞ്ഞത് എനിക്കത്ര വലിയൊരു ഇഷ്ടമല്ല. അത് ചെയ്യാൻ പാടില്ലാത്ത സംഭവം. അപ്പൊ ആ സമയത്ത് അവർക്ക് ചിലപ്പോ അവരെ മനസ്സിൽ ചിലപ്പോ ഒരു എന്താ പറയാ കയറി വന്നാൽ ഇത് അവന്റെ കുട്ടിയല്ല, അതുകൊണ്ടാണ് ആ ഒരു ചിന്താഗതിയിലൂട്ടാൻ നമ്മളൊരു കനല് മതി, ചെറിയൊരു ഇത് മതി എന്ന് പറയില്ലേ. പിന്നെ അതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളുള്ള ആളെ വേണ്ടെന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്രഷ് മാരേജ് ആയാലും നമ്മൾ ഏറ്റെടുക്കും. നിജിലിന്റെ വയസ്സ് 36 അല്ലെ? 36 37 38 പോയി. 38 പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് 36 കഴിയുന്ന സമയം, അത് ആ ഒരു മൈൻഡിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും 30, 32, 35 വരെ പോകാൻ പറ്റുമോ? വലിയ കാണാൻ കുഴപ്പമില്ലെങ്കിൽ 35 വരെ പോകാം. കുഴപ്പത്തില് ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഇല്ല. നമുക്ക് എനിക്ക് പിന്നെ വേറൊരു അനുഭവം ഉണ്ട്. നമ്മളെ ആളെയൊന്നും ഞാൻ വേറൊന്നും പറയില്ല, നിങ്ങൾക്ക് അറിയാം. നമ്മുടെ നാട്ടിലല്ല, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു കല്യാണമല്ല, അവര് സ്നേഹിച്ച് കൊണ്ടുവരുന്നതാണ്. അത് ബ്രേക്കപ്പായി. വേറൊരു കല്യാണം ആ കുട്ടീന്റെ സുഹൃത്തിനെയാണ് അവർ കഴിച്ചത് ലാസ്റ്റ്. ആദ്യം സ്നേഹിച്ചുകൊണ്ടിരുന്ന കുട്ടീന്റെ സുഹൃത്തിൽ ആയ പെൺകുട്ടി കാണാൻ കുറച്ച് കറുത്തിട്ടാണ്, പക്ഷെ ഒരു നേഴ്സാണ്. അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാലല്ലോ, നമ്മളോടക്കം ഭയങ്കര ഒരു കെയറിങ്ങും ആ ഒരു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത് ശരിക്കും ഞാൻ അനുഭവിച്ചാണ്. അത്രയും നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലേ. പിന്നെ ഈ വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യത്തെ വീഡിയോ ആണ് ചാനലിൽ ഇടുന്നത്. അപ്പൊ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ കുറെ കല്യാണ പ്രപ്പോസൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിന് കല്യാണം ഒരുപാട് ശരിയായിട്ടുണ്ട്, വേണ്ടുവോളം ഞാൻ വാങ്ങി കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതില് സാധാരണ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചോദിക്കും, ആദ്യം കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഇത് 2ാമത്തെ പ്രപ്പോസലാണ് നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ എന്തായിരുന്നു ഡിവേഴ്സ് ആവാൻ കാരണം? അല്ലെങ്കിൽ ഒരുപാട് പറയണ്ട, ആളുടെ പേരും പറയണ്ട. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇപ്പോഴത്തെ മൊബൈൽ വന്നതിനോടുകൂടി ആൾക്കാരെ മനസ്സൊക്കെ നല്ല രീതിയിലേക്കും കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, ചീത്ത രീതിയിലേക്കും കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോ ഈ എന്താ പറയാ, ഇത് ഇങ്ങനെയുള്ള ഗൾഫിലുള്ള ഭർത്താക്കന്മാരുള്ള കുട്ടികളെ ചൂണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നു. ഓട്ടോറിക്ഷ രൂപത്തിലും ഇൻസ്റ്റാഗ്രാം രൂപത്തിലും പല രീതിയിലുണ്ട്. നമുക്ക് നമ്മൾ ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് തരുന്ന കെയറിങ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന സ്നേഹവും കരുതലും നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് അയാൾക്ക് കിട്ടുമ്പോൾ ഒക്കെ പോവാം. അല്ലാതെ അയാള് നമ്മളെ മുതലാക്കാനാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അതിന് പിന്മാറണം. എനിക്കെന്തായാലും ഓളെ പറ്റിയിട്ട് മോശമായിട്ട് പറയാൻ എന്തായാലും താല്പര്യമില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാരണം വന്ന ഒരു കുട്ടിയാണ്. അപ്പോ ഓളെ അന്നേരമുള്ള ഒരു ബുദ്ധിമോശം കാരണം ഞാൻ ഇത് പോവാൻ കാരണം, ഒരു നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു ഓട്ടോക്കാരൻ ഉണ്ടായിരുന്നു. അവന് തന്നെയാണ് അവന്റെ കുലത്തൊഴിലാണിത്. അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കി, എന്നിട്ടും പിന്നെയും അത് കേട്ടില്ല. പിന്നെ എനിക്ക് എന്താ പറയാ, മാനസികപരമായിട്ട് നമുക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ തന്നെ ഡിവോഴ്സ് കൊടുത്തു. ചുരുക്കത്തിൽ ഒരുപാട് മധ്യസ്ഥം കാര്യങ്ങളെല്ലാം നടന്നിരുന്നു. പിന്നെ എന്താ പറയാ, എനിക്ക് 2-3 പ്രാവശ്യം നമ്മൾ പറഞ്ഞു, എന്നിട്ടും കേൾക്കുന്നില്ല. ഞാൻ അറിയാണ്ട് തന്നെ അമ്മ ആദ്യം അറിഞ്ഞിരുന്നു കാര്യങ്ങള്.
അമ്മയും അവരോട് പറഞ്ഞു, അവളോടും പറഞ്ഞു, അവനോടും പറഞ്ഞു ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. എന്നിട്ടും കേട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ആരും പറഞ്ഞില്ല, ഞാൻ തന്നെ സ്വന്തം അറിഞ്ഞതാണ്. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് ഞാൻ ഡൈവേഴ്സ് കൊടുത്തു. പിന്നെ അത് ഒഴിവാക്കി. അതെ, കൂടുതൽ അതിനെപ്പറ്റി പറയണ്ട. അങ്ങനെയാണ് സംഭവം. അല്ലാതെ ഇപ്പൊ നിജിലിന്റെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടല്ല ഇത് നടന്നിരിക്കുന്നത്. അത് കുറച്ചുകൂടി എനക്കും അറിയാം. അതുകൊണ്ടാണ് അത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാവർക്കും ആ സമയത്ത് അറിയാം, ഇവനെ പറ്റിയിട്ടും എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ പിന്നെ വേണമെങ്കിൽ അറിയാമെങ്കിലും ഡൗട്ട് നാട്ടിൽ വന്ന് അന്വേഷിച്ച് അവസ്ഥ മനസ്സിലാവും. അതെ, നമ്മള് കള്ളത്തരം പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇപ്പൊ നമ്മള് അതായത് നിജിലിന് വീണ്ടും ഒരു കല്യാണം വേണം എന്നുള്ള ഇതുകൊണ്ടാണ് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ? ഇപ്പൊ അതാ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ 10-11 വർഷത്തിന് അടുപ്പിച്ചുണ്ടായിരുന്നു ഗൾഫിൽ. എവിടെയായിരുന്നു? ദുബായില് അൽറവാബി എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു. പാലിന്റെ അൽറവാബി എന്ന് പറഞ്ഞ ഷെയ്ഖിന്റെ കമ്പനിയാണ്. അവിടുത്തെ ഫ്രീ സോൺ വിസയാണ്. അപ്പം അവിടുന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരണം, കല്യാണം നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പോണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ലീവ് എടുത്ത് വയ്ക്കും. അപ്പോൾ ലീവ് ഇത് കല്യാണത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോഴത്തെ നമ്മളെ കണ്ണൂരിലെ പെണ്ണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ മാനേജർ പറഞ്ഞ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുന്ന പിന്നെ തൽക്കാലം ക്യാൻസൽ അടിച്ച് പോയിട്ട് എപ്പാന്ന് വെച്ചാൽ ശരിയായ പാട് ഇങ്ങോട്ട് വന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് വേണ്ടിക്ക് പോകാൻ പറ്റും. നോക്കണം, ഇതായിട്ട് പോവാന്ന് വെച്ച് വെക്കുന്നു. പിന്നെ വീട്ടിലെ അമ്മയൊറ്റൊക്കെ ആയിരിക്കും. പിന്നെ നേരത്തെ നമ്മള് പറയുന്നതിനിടയ്ക്ക് ബാങ്ക് കൊടുത്ത്, അപ്പൊ നമ്മൾ നിർത്തിയത്. എന്നാ പറഞ്ഞ വെച്ചാല് ഇപ്പൊ അമ്മ ഒറ്റക്കാണെങ്കിലും എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാല് ഇനി കല്യാണം കഴിഞ്ഞാല് കൂടെ തന്നെ ഒരുമിച്ച് ജീവിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അത് ഞാൻ ഗൾഫിൽ പോകുന്നെങ്കിൽ ഗൾഫിൽ കൂടെ കൂട്ടും, നാട്ടിലാണെങ്കിൽ നാട്ടില്. കാരണം ഇനി ആദ്യത്തെ അങ്ങനെ ആയതുകൊണ്ട് ഇത് അങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടല്ല. ജീവിതം ശരിക്കും പറഞ്ഞാല് പകുതിയായി ശരിക്കും പറഞ്ഞാല്. ഇനിയുള്ള കാലം സങ്കടത്തിലായാലും സന്തോഷത്തിലായാലും കൂടെ ഒരുമിച്ചാണെന്നാണ് ആഗ്രഹം. അപ്പൊ എന്തായാലും ഈ വീഡിയോയിലൂടെ ഒരു കല്യാണം നടക്കട്ടെ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നടക്കുന്ന പ്രതീക്ഷ നമ്മള് പ്രതീക്ഷകളിലെ നമ്മളെ മുന്നോട്ട് ജീവിതത്തിന്റെ മുന്നോട്ട് നയിക്കുന്നവര്. തീർച്ചയായിട്ടും. അതെ അതെ. ഇപ്പൊ നാട്ടിൽ നിന്ന് ചെയ്യുന്നേ? നാട്ടിൽ നിന്ന് ഇപ്പം ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുന്നേ കുറെ വർഷം അലൂമിനിയം ഫാബ്രിക്കേഷന്റെ പണി എടുത്താണ്. ഞാൻ തന്നെ സ്വന്തമായിട്ട് കുറവൂര് ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ ഷോപ്പ് ഇട്ടിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് എടുക്കലുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം വന്ന് ഏകദേശം 1 വർഷം കഴിഞ്ഞു. അപ്പൊ വെറുതെ നടക്കാൻ കഴിയില്ലല്ലോ, പോന്നവരാ അങ്ങനെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ കുടുക്കുമട്ട പൊറവൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ ഫേമസ് ഒരു അമ്പലമുണ്ട്, ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം എന്നൊരു വളരെ ഫേമസ് അമ്പലം. അതായത് കണ്ണൂർ ജില്ലയിലെ ഉള്ളും തോന്നുന്നു അല്ലേ ഇത്? കണ്ണൂർ ജില്ലയിലല്ല, കേരളത്തില് 3 സ്ഥലത്തെ ഈ ഒരു അമ്പലം ഉള്ളെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിനടുത്താണ് നിജിലിന്റെ വീട്. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത തന്നെയാണ് അറിയേണ്ടത്. ആ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഹിരണ്യകശിപു എന്ന് പറഞ്ഞ അസുരനെ വധിച്ചിട്ട് നരസിംഹസ്വാമി നിൽക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവിയും പ്രഹ്ലാദനും അവരവരുടെ സ്തുതി കൊണ്ട് പാടിയിട്ട് നരസിംഹസ്വാമിനെ ക്രോധഭാവത്തിൽ നിന്ന് രൗദ്രഭാവത്തിൽ നിന്ന് ശാന്തഭാവത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രതിഷ്ഠാ ഭാവമാണ് ഇവിടെ ഉള്ളത്. അതായത് ലക്ഷ്മി ദേവി നരസിംഹസ്വാമിന്റെ വലത്തെ തുടയിലോ ഇടത്തെ തുടയിലോ അതെനിക്ക് കറക്റ്റ് അറിയില്ല, ഇരുന്നിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ. അപ്പോ അഭിഷ്ടവര സിദ്ധി എന്ന് പറഞ്ഞൊരു സംഭവം പറയുന്നില്ല. നമുക്ക് വന്ന് പ്രാർത്ഥിച്ചാലും നമുക്കത് പിന്നെ സാധിച്ചു തരും. അങ്ങനെ ഒരു മൂർത്തി ഭാവം. ഈ ശാന്തഭാവത്തിലുള്ള മൂർത്തി കുറവാണ്. ലക്ഷ്മി സമേതനായ നരസിംഹസ്വാമി ഉള്ള അമ്പലങ്ങള് 3 സ്ഥലത്തേ ഉള്ളൂ എന്നാ പറഞ്ഞ 3 ജില്ലയിൽ. അതിലൊന്ന് ഈ കണ്ണൂരിലെ നമ്മളെ ഇവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് പല ജില്ലകളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഈ നമ്മളെ അമ്പലത്തിന്റെ വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം അധികം ആൾക്കാർക്ക് അറിയില്ല. ഈ പുറവൂര് എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു ഇതെവിടെയാന്ന് അല്ലേ, അങ്ങനെ ഒരു ചോദ്യമുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്ന് കണ്ണൂർ ടു മട്ടന്നൂർ, അതായത് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഏച്ചൂർ കഴിഞ്ഞ് കുടുക്കുമട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കുടുക്കുമട്ട എന്ന് ലെഫ്റ്റിലേക്ക് മുണ്ടേരി മയിൽ റോഡാണ് ഇത്. പിന്നെ മുണ്ടേരിയിലേക്കും പോകും. ഇത് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലവും മയിൽ റോഡാണ്. പിന്നെ വേറൊരു കാര്യം, കല്യാണ ആലോചന കണ്ണൂർ ജില്ലയിൽ മാത്രമാണോ താല്പര്യം? അല്ല കേരളത്തിൽ എവിടെയാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അത് പറയുമ്പോ ഒരു ഡിമാൻഡ് ഉണ്ടാവും. ഞാൻ അങ്ങോട്ട് പോയി നിൽക്കൂല, എന്റെ കൂടെ നിൽക്കേണ്ടി വരും. ഒരു പ്രശ്നം മാത്രമേ. ചില ആൾക്കാർക്ക് വീട്ടിലൊരു മോളെ ഉള്ളൂ, അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റൂല. ആ ഒരു പ്രശ്നം. നമ്മളെ കല്യാണം കഴിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന്
മാക്സിമം സുഖവും സന്തോഷവും കൊടുക്കും അല്ലെ. ബാക്കി പിന്നെ നമുക്ക് പിന്നെല്ലാം ദൈവം സഹായിച്ചിട്ട് പണിയെടുക്കാനുള്ള ആരോഗ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീധനത്തിനൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല. സ്ത്രീധനം കണ്ണൂരിലല്ല, സ്ത്രീധനം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നിങ്ങൾക്കൊരു മോളുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ അത് സ്ത്രീധനത്തിൽ പെടും ശരിക്കും. പക്ഷെ നമ്മളങ്ങനെ ചോദിച്ചു മേടിക്കുന്നില്ല. ഇപ്പൊ പൊതുവെ ഇട കുറഞ്ഞു വന്നു, തീരെ ഇല്ലാണ്ട് നായി എന്ന് പറയാമെങ്കിൽ. എന്തായാലും കണ്ണൂർ അങ്ങനെ സ്ത്രീധനമൊന്നുമില്ല. ഇവൻ പറഞ്ഞതെന്ന് പറഞ്ഞാല് കൊടുക്കുന്ന ആഭരണങ്ങളും ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നത്. അത് ചിലപ്പോ 10 പവനാവാം, 100 ആവാം, 1000 ആവാം. 1000 പവൻ കൊടുത്ത ഒരു കല്യാണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. 1000 പവൻ കൊണ്ട് ചിരിക്കുന്ന കാര്യം. കാരണം ഈ ആ ഒരു പിന്നെ ചടങ്ങ് നടക്കുമ്പോ അല്ലാണ്ട് പിന്നെ വേറൊരു കല്യാണം വന്ന 1000 പവൻ എടുത്തു. അല്ല, ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടു. അതായത് ഒരാഴ്ചയിലധികം കല്യാണമുണ്ട്. പക്ഷെ ഇപ്പാണ് അത് അതുപോലെ തന്നെ ഇപ്പൊ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അന്ന് 1000 പവനും ഒരാഴ്ചയിലധികം കല്യാണം. നമ്മൾ പോയിട്ട് അന്ന് ഐസ്ക്രീം എന്തോ കഴിച്ചിട്ടുണ്ട് പണ്ട്. ആ ഒരു ഓർമ്മയാണ്. പിന്നെ അതൊന്ന് കാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഡിമാൻഡ് അങ്ങനെ എന്തെങ്കിലും ഡിമാൻഡ് ഒന്നുമില്ല. എന്നാലും നമ്മളെ കാസ്റ്റ് നമ്മളെ കാസ്റ്റ് തീയ കണ്ണൂര് തീയാന്ന് പറയും. മറ്റുള്ള സ്ഥലത്ത് ഈഴവര് എന്നൊക്കെ പറയും അല്ലെ. ഈഴവര് അതല്ല, കണ്ണൂർ പൊതുവെ പറയുന്നത് നമ്മള് തീയ അങ്ങനെയാണല്ലോ. ഞാനിപ്പോ ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഉള്ളത്. ഈ കാണുന്ന ഇങ്ങനെ വരുന്നത് കണ്ണൂർ ടു കുടിക്കുമുട്ട ടു മയിലേക്ക് പോകുന്ന റോഡാണിത്. അതുപോലെ തന്നെ മയിലേക്ക് പോകുന്ന ആ ഒരു സംഭവമാണിത്. അപ്പോ ഇതാണ് നമ്മുടെ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ കവാടം. നമുക്ക് അകത്തോട്ട് കയറാം. കാരണം ഇവിടെ നിജില് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ നിജിലിന്റെ അമ്പലം കൂടി ആയതുകൊണ്ട് നിജിലിനെ ഇവിടുന്നും കൂടി ഒന്ന് 2-3 ചോദ്യം ചോദിക്കാം നമുക്ക്. മാത്രമല്ല ഒരുപാട് പ്രവർത്തനവും നിജില് നടത്തുന്നുണ്ട്. അതുപോലെ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ സമയത്ത് അമ്പലത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വീഡിയോസും കാര്യങ്ങളിലായിട്ട്. ഇതാണ് ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം. ഇപ്പം ഉച്ച കഴിഞ്ഞേ ഉള്ളൂ, അതുകൊണ്ട് നടയൊന്നും തുറക്കാറായിട്ടില്ല. നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിലെ ഉത്സവം നടന്ന ഒരു സമയമാണിത് അല്ലെ. ഉത്സവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ മലക്കും പോയി വന്ന് ഇവിടെ തന്നെ കിട്ടും. 65 ആളുണ്ടായിരുന്നു. വലിയൊരു കെട്ടുന്നറി ആയിരുന്നു അല്ലെ. ഈ വർഷം 24 കന്യാസ്വാമിമാരുണ്ടായിരുന്നു. അതിലെ ഒന്ന് അമ്മയുണ്ടായിരുന്നു. മാളികപ്പുറം ഒരുപാടുണ്ടായിരുന്നു ഈ വർഷം. ഇപ്പൊ ഉത്സവത്തിന് ഞാനും വന്നിട്ടുണ്ടായിരുന്നു. നമ്മള് ലാസ്റ്റ് ദിവസം വന്നു അല്ലെ. ലാസ്റ്റ് ദിവസത്തിന് മുന്നത്തെ ദിവസം. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ഫുഡാണ് കേട്ടോ. സദ്യ തന്നെ പറയും അല്ലെ. എല്ലാ ദിവസവും രാത്രിയും രാവിലെയും. പിന്നെ പായസം എടുത്ത് പറയാതിരിക്കാൻ വയ്യ. രുചികരമായ സദ്യ, രാത്രി അടക്കം പായസം, 2 നേരം പായസം ഉണ്ടായിരുന്നു. അതെ. പിന്നെ ഇതിന്റെ വീഡിയോ നിതില് കുറെ ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ അമ്പലത്തിന്റെ വീഡിയോ കുറെ ചെയ്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു കൊടുക്കും നിന്റെ ചാനലിന്റെ പേരും. നിജീസ് വേൾഡ് എന്ന ചാനലിന്റെ പേര് NIJIS WORLD. 6 ദിവസത്തെ ഉത്സവത്തിന്റെ വീഡിയോ അങ്ങനെ എടുത്തിട്ടുണ്ട്. അവിടെ വന്നൊരു ഫീൽ ആയിരുന്നു. കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉത്സവത്തിന് അവിടെ വന്നൊരു ഫീൽ കിട്ടുന്നുണ്ട്, എല്ലാം മിസ് ചെയ്യാണ്ട് ഇട്ടിട്ടുണ്ട്. അതെ, ആ വീഡിയോ നിജിലിന്റെ ചാനലിൽ കയറിയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആ വീഡിയോ, അതുപോലെ ഒരുപാട് അമ്പലത്തിന്റെ വീഡിയോ ഉണ്ട്, നല്ല നല്ല വീഡിയോ ഉണ്ട്, എല്ലാവരും ഒന്ന് കാണുക അല്ലെ. മാലയിട്ടിട്ട് ഇപ്പം ഒരു 25ഓളം അമ്പലങ്ങളിൽ ദർശനം നടത്താൻ പറ്റും. ആ വീഡിയോ മൊത്തം ഉണ്ട് കേട്ടോ. 25 അമ്പലവും കാണാം. അതിന് മുന്നേ ഒരുപാട് തെയ്യങ്ങളുടെ വീഡിയോ എടുത്തിട്ടുണ്ട്, ആ വീഡിയോസും കാണാം. അപ്പൊ കല്യാണ പ്രപ്പോസൽ നടന്നുകൊണ്ടിരിക്കുമ്പോ അമ്പലത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ എന്തായാലും നമ്മളിപ്പം ഈ തിരുസന്നിധിയിൽ നിന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും നിജിലിനോടൊരു ഇഷ്ടം, പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി, പേരൻസ് ആണെങ്കിൽ പേരൻസ്, നിജിലിനോടൊരു താല്പര്യം തോന്നിയിട്ട് പ്രപ്പോസൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നടക്കുന്ന മനസ്സിലാക്കണം. കാരണം ഈ നരസിംഹസ്വാമിന്റെ ഈ മണ്ണ് ഒരുപാട് ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവരോട് പറയും. അതെ, നമ്പൂരിയോടും നമ്മളെ വായരോട്. അതെ, സുഹൃത്താണ് നമ്മളെ എല്ലാവരും. ഇവിടുത്തെ ഒരു കൂട്ടായ്മ അങ്ങനെയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും, എല്ലാവരും പരസ്പരം അറിയും കാര്യങ്ങൾ. അതെ, നമ്മളിപ്പോ ഒരു കല്യാണ ആലോചനയായിട്ട് വന്നിട്ട് നിജിലിന്റെ നാട് മൊത്തം കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അമ്പലം കാണിച്ച് അല്ലെ, അമ്പലം കാണിച്ച് നിജിലിന്റെ നാട്, പറവൂര് ആ റോഡ്, അപ്പുറത്തെ വയല്, ഇത് വേറൊരു വയല്. ഈ വയല് കണ്ട അടിപൊളി. ഇതൊരു തെയ്യം നടക്കുന്ന സ്ഥലമാണ്, വട്ടക്കുണ്ട് വയൽത്തിറ. വട്ടക്കുണ്ട് വയൽത്തിറ അല്ലെ. അങ്ങോട്ടാണ് വട്ടക്കുണ്ട് വയൽത്തിറ.
അപ്പൊ നിജില് നമുക്ക് എന്നാലും വീട്ടിൽ പോയിട്ട് അമ്മേനെയും കൂടി ഒന്ന് കണ്ടാലോ അല്ലെ? നമുക്ക് വീട്ടിലേക്ക് പോകാം. പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇതൊക്കെ കണ്ട അല്ലേ? തീർച്ചയായിട്ടും തെയ്യം കാണാൻ അല്ലെ അമ്പലം നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഈ ഒരു കാഴ്ചയല്ലോ അല്ലെ? ഇതാണ് നമ്മളിപ്പം നിജിലിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീട്. പിന്നെ ഷീറ്റൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ മഴക്കാലം കുറച്ച് വെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അതാണ് നിജിലെ വീട്ടിലേക്ക് പോവാ. ചളിയാവും മഴ. അതെ, ഇടണത്രേ. അപ്പൊ പെട്ടെന്ന് ഇത് അയച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അയക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കുമ്പോ പെട്ടെന്ന് അയക്കാൻ പറ്റൂല. പിന്നെ നിജിലിന്റെ അമ്മ നിജിലിന്റെ അമ്മ ഇവിടെ ഉണ്ട്. അമ്മയോട് 2 വാക്ക് ചോദിക്കാം നമുക്ക്. എന്താ അപ്പൊ ഇരിക്കാം. അങ്ങനെ ശാന്തസുന്ദരമായ നിജിലിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മയും മോനും മാത്രമേ ഇവിടെയുള്ളൂ. എന്തെല്ലാം മലക്കെല്ലാം പോയിട്ട് വന്നിട്ട് എന്തുണ്ട്? മലക്കെല്ലാം പോയിട്ട് വന്നിട്ട് അടിപൊളി ഉഷാറുണ്ട്. പക്ഷെ തണുപ്പ് പിടിച്ച പോലെ ഉണ്ടല്ലേ? കന്നിസ്വാമി നല്ല ദർശനം. 65 ആള് പോയിട്ട് 65 ആൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാവരും നല്ല രീതിയിൽ കേരിമല, അതുപോലെ തന്നെ മല ഇറങ്ങി തിരിച്ച് 5 അമ്പലങ്ങളിൽ കയറിയിരുന്ന വരുന്ന സമയത്ത് ദർശനം അതിലൊരു സ്ഥലത്ത് കിട്ടിയില്ല. ബാക്കി എല്ലാവർക്കും ദർശനം കിട്ടി വന്നു. അടിപൊളി. നമുക്ക് 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം എനക്ക് ദർശനം കിട്ടി. അതല്ലേ? ഭാഗ്യവതി ചേച്ചി നമസ്കാരം. നമസ്കാരം. ഇപ്പൊ മലക്കെല്ലാം പോയി വന്ന് ആ തണുപ്പെല്ലാം പിടിച്ചൊരു അവസ്ഥയിലാണ് നമ്മൾ ഈ പ്രൊപ്പോസൽ വീഡിയോ ഇങ്ങനെ ആയിട്ട് വന്നത് അല്ലേ? ഇപ്പൊ എന്താണ് അഭിപ്രായം? അതായത് മോനിപ്പം കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായി അടുത്തൊരു കല്യാണത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയുള്ള കുട്ടി, അല്ലെങ്കിൽ എവിടെയുള്ള കുട്ടി? കണ്ണൂർ ജില്ല പറ്റുമോ അല്ല കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ പറ്റുമോ? എങ്ങനെയാണ്? കണ്ണൂർ ജില്ലയാണെങ്കിൽ ഏറ്റവും നല്ലത്. കേരളത്തിന് പുറത്താവുമ്പോ നമുക്ക് പോകാനും വരാനുമുള്ള കേരളത്തിലെ എവിടെയും നമുക്ക്, അതായത് നിങ്ങൾക്കൊക്കെ പോകാനും വരാനുള്ള ബുദ്ധിമുട്ടല്ലേ? ഇപ്പൊ എന്നാ പറയണ്ടേ, ഇവനിപ്പം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം പുറത്തു പോകുന്നല്ലേ പറയുന്നത്. പുറത്തു പോകുന്ന പറയുമ്പോ നമുക്ക് പോകാനും വരാനുള്ളൊരു ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ടാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നിർബന്ധമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ? നിർബന്ധം അങ്ങനെയില്ല. എന്നുവെച്ചിപ്പോ നമുക്ക് എവിടെ കിട്ടുമെന്ന് ഇപ്പൊ പറയാനില്ല. അതെ അതെ. പിന്നെ എങ്ങനെയുള്ള മരുവളയാണ്? എങ്ങനെയൊന്നൊന്നുമില്ല, ഒരു പാവം കുട്ടി. എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരു എന്താ പറയണ്ട, ഒരു സാധു ഒരു പാവം കുട്ടി. മോനെ നോക്കാൻ പറ്റുന്ന നോക്കുന്ന ഒരു മോനെ മാത്രം നോക്കി അമ്മേനെ അന്ന നോക്കിയിട്ടില്ലേലും കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും ഈ വീഡിയോയിലൂടെ ഒരു നല്ലൊരു പെൺകുട്ടി വന്നു ചേരട്ടെ നിങ്ങളുടെ മരുമകളായിട്ട് അല്ലേ? അപ്പോ നാവ് പൊന്നായിരിക്കട്ടെ. ഓക്കെ, അപ്പോ നമുക്ക് നില ഇവിടുന്ന് തൽക്കാലം ഇവിടെ നിർത്താൻ തോന്നുന്നു അല്ലെ? ഒരുപാട് വീഡിയോ സംസാരിച്ചിട്ട് അല്ലെ ലോങ് ആക്കേണ്ട ആവശ്യമില്ല. അതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കല്യാണത്തിന്റെ പെണ്ണ് കാണാൻ ഞാൻ വരും, മറ്റ് താലി തുണി ഇതൊക്കെ എടുക്കാൻ എല്ലാ കാര്യത്തിനും ഞാൻ വരും. കല്യാണം കഴിയുന്നവരാ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതില്ല. പിന്നെ നമ്മളെ ഈ ഫ്രണ്ട്ഷിപ്പ് അയ്യപ്പനോട് പ്രാർത്ഥിച്ചതും അത് കല്യാണം ഒരു പെണ്ണ് ശരിയാവണം അല്ലേ? നല്ലൊരു സുന്ദരി പെൺകുട്ടി വന്നിട്ട് തീർച്ചയായിട്ടും എന്താ ഈ അമ്മേനെയും മോനെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അമ്മ എന്തായാലും നല്ലൊരു അമ്മയാണ്. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ള 100% ഉറപ്പാണ്. അപ്പോൾ പേരൻസ് അല്ലെങ്കിൽ പെൺകുട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക. നിജിലിന്റെ നമ്പർ വെക്കുന്നുണ്ട്. മാത്രമല്ല ഇവർ 2 ആളും താരങ്ങളാണ്. യൂട്യൂബിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്, നന്നായിട്ട് അഭിനയിക്കുന്നതൊക്കെയാണ്. അപ്പോ നിജിലെ എന്തായാലും കല്യാണം ഇനി നടക്കട്ടെ അല്ലേ? അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഇല്ല, അതിന് മുന്നേ വേറെ കാര്യം പറയാനുണ്ട് കേട്ടോ. ഞാൻ പറയാൻ മറന്നത്, നമ്മളെ ഇവർ പറഞ്ഞത്ര വലിയൊരു യൂട്യൂബറൊന്നുമല്ല, ഒരു ചെറിയ ഒരു സാധാരണക്കാരെ നമ്മളെപ്പോലെയുള്ള ഒരാളാ ഈ നമ്മളെ സുരേഷ് ചേട്ടന്റെ മാമ്പൂ മീഡിയ എന്ന ചാനലിലൂടെ കാണിക്കാൻ വേണ്ടി ഇവർ മനസ്സ് കാണിച്ചതിന് ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് അറിയിക്കുന്നു. ഇനി ഇങ്ങനൊരു പ്രപ്പോസൽ വീഡിയോ അങ്ങനെ കണ്ടിട്ടില്ല. ഇവർ തന്നെ അങ്ങനെ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിച്ചതിന് ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് അതും അറിയിക്കുന്നു.
അതെ, അത് ഞാൻ തന്നെ ഇവനോട് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കല്യാണങ്ങൾ ഇതേപോലെ നടക്കാതെയൊക്കെ ഉണ്ട്. പെൺകുട്ടികളൊക്കെ ഉണ്ടാവും, പക്ഷെ ആരെയും അറിയുന്നുണ്ടാവില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, നിഖില് നമുക്കൊരു വീഡിയോ എടുത്താലോ, ഇങ്ങനെ ഇതൊരു പരീക്ഷണം കൂടിയാണ്. അപ്പൊ ഇവൻ പറഞ്ഞു നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അല്ലേ. പിന്നെ ഒരാളെയും കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നു. ഇത്രയും സമയം നമ്മളോടൊന്നിച്ച് ക്യാമറ ചെയ്ത് തേജസ് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഒരുപാട് ടൈം നമുക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണ് ജിംബലിൽ ഉപയോഗിക്കുന്നത്. നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. പിന്നെ നീ ചില്ലറക്കാരനാൽ എല്ലാന്നെല്ലാം പറയുന്നത് കേട്ടു. എന്തായിരുന്നു ഒന്ന് പറഞ്ഞാടുന്നു? അല്ല, ഇവൻ നമ്മുടെ നാട്ടിലെ എഡിറ്ററാണ്. വീഡിയോ എല്ലാം എടുക്കുന്ന കാര്യത്തിൽ നല്ലൊരു പ്രാവീണ്യമുണ്ട്. അതാണ് എഡിറ്റിംഗ് എല്ലാം ഭയങ്കര അഭിപ്രായം ഇവൻ്റെ എഡിറ്റിങ്ങിനെ പറ്റി. ജിമ്മിൽ ഉപയോഗിച്ചില്ല, ഫോൺ വഴി കൈകൊണ്ട് തന്നെ ഫോണും വീഡിയോ എടുത്തതൊക്കെ ഭയങ്കര അഭിപ്രായമാണ് എല്ലാവർക്കും. അതാണ് നല്ലൊരു ക്യാമറമാനായിട്ട് മാറട്ടെ. ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഡിപ്ലോമ കഴിഞ്ഞു അല്ലേ? ഇനി അടുത്തത് എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. വീണ്ടും കാണാം അല്ലേ? ഒരുപാട് നന്ദി. കാരണം ഇന്നത്തെ ഞായറാഴ്ച നമുക്ക് വേണ്ടി ചെലവഴിച്ചേ. ഇതാണ് നമ്മളെ സ്വപ്നക്കൂട് കേട്ടോ. ചങ്ങായി പറയാം, സ്വപ്നക്കൂട്ടിലെ കിളികളാണ്. ഇപ്പം 3 പാനിയിൽ മുട്ടയിട്ട് വിരിഞ്ഞിരുന്നു. അപ്പോൾ ചങ്ങായി പറയാം, എല്ലാവരും നമ്മളെ സുരേഷ് ചേട്ടൻ്റെ മാമ്പൂ വീഡിയോ എന്ന ചാനലിന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈയിടക്ക് ഒരു കല്യാണത്തിന്റെ വീഡിയോ ചെയ്തിട്ട് എത്ര 7 ലക്ഷം കഴിഞ്ഞ എത്ര 7,70,000 ആൾക്കാർ കണ്ട വീഡിയോ കേട്ടോ. പറ്റുമെങ്കിൽ അതെല്ലാം പോയി ഒന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അല്ലാതെ തന്നെ കുറെ വീഡിയോസ് ഉണ്ട്, നല്ല നല്ല വീഡിയോസ് അല്ലേ? നല്ല നല്ല ഒരുപാട് കലാകാരന്മാർ, അതായത് അണിയറയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ പോലത്തെ അറിയാതെ ഒരുപാട് കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് സുരേഷ് ഗോപാൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. പിന്നെ നമുക്ക് പല കഴിവുണ്ടാവും, അതൊക്കെ കണ്ടുപിടിച്ച് ആളെയൊക്കെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്ന ആള്. അങ്ങനെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നിട്ട് പ്രശസ്തരായ ആൾക്കാരും ഒരുപാടുണ്ട് അല്ലെ? അത്യാവശ്യം ഉണ്ട്. അതൊന്നും ഇവര് പറയില്ല. കഴിഞ്ഞ അപ്പോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരാളെ ജീവിതമാണ്, ഒരാളല്ല 2 ആളെ ജീവിതം. നല്ലൊരു പെൺകുട്ടിയാണെങ്കിൽ നല്ല സൗകര്യത്തോടു കൂടി ഇവിടെ ജീവിക്കാം. അപ്പോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ഇതാക്കണ